നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം കൊലയ്ക്ക് ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയ സ്ഥലവും നിർമ്മിച്ചു നൽകിയ പണിക്കാരനെയും അന്വേഷണ സംഘത്തിന് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര കാണിച്ചു നൽകി. പോലീസ് കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ചെന്താമരയെ വിയ്യൂർ ജയിലിലേക്ക് വീണ്ടും മാറ്റി. കൊലപാതകത്തിന് 2 ആഴ്ച മുൻപ് ചെന്താമര കൊടുവാൾ വാങ്ങിയ എലവഞ്ചേരിയിലെ അഗ്രോ എക്വിപ്സ് എന്ന സ്ഥലത്തായിരുന്നു ആദ്യമെത്തിച്ചത്. ആയുധം പണിതീർത്ത് കൈമാറിയ ആളെയും നിർമ്മാണ സ്ഥലവും കൃത്യമായി ചെന്താമര തിരിച്ചറിഞ്ഞു. ഞങ്ങൾ നൽകിയ ആയുധമല്ലെന്ന് സ്ഥാപന ഉടമ വാദിച്ചെങ്കിലും മുദ്ര രേഖപ്പെടുത്തിയത് കാണിച്ച് പോലീസ് തിരുത്തി. തെളിവെടുപ്പ് പൂർത്തിയായെന്നും ആവശ്യമായ തെളിവുകൾ ലഭ്യമായെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ പറഞ്ഞു. കത്തി വാങ്ങിയ 2 സ്ഥലങ്ങളും വെട്ടുകത്തി വാങ്ങിയ 2 സ്ഥലങ്ങളും കണ്ടെത്തി അയാൾ കാണിച്ചു തന്ന പ്രകാരം ആ വെട്ടുകത്തിയുടെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ട്, അവരുടെ കമ്പനിയുടെ. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. പിന്നെ ഇയാൾ അതിനകത്തേക്ക് കടന്ന് ആ ലേത്ത് മെഷീൻ എവിടെ വെച്ചിരിക്കണമെന്ന് ഇയാൾ കാണിച്ചത്. മകളോട് വലിയ വാത്സല്യമുള്ള പ്രതി വീട് മകൾക്ക് നൽകണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീട് കൊടുക്കണം, മകളെ ഭയങ്കര ഇഷ്ടമാണെന്നും കൂടി അന്ന് പുള്ളി ഇന്നലെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. അത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞാണ്. അപ്പോൾ ബാക്കി നടപടികൾ നമ്മുടെ പോലീസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികൾ ഉണ്ടാവും. അടിക്കാട് വെട്ടാൻ എന്ന പേരിൽ ഏറെ നാൾ മുൻപ് കൊടുവാൾ വാങ്ങിയ എലവഞ്ചേരിയിലെ പെരിങ്ങോട്ടുകാവിലെ കടയിലെത്തിച്ചും തെളിവെടുത്തു. പഴുതടച്ച തെളിവെടുപ്പാണ് പ്രതി ചെന്താമരയുമായി പോലീസ് നടത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ പ്രതി ആയുധം വാങ്ങിയ എലവഞ്ചേരിയിലെത്തിച്ച് തെളിവെടുപ്പ് ആരംഭിച്ചതിന് ശേഷം തിരികെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതി ചെന്താമരയെ എത്തിക്കുകയായിരുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റി. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.